ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ T3 ട്രൈ ഐഡോ തൈറോണിൻ, പിന്നെ T4 തൈറോക്സിൻ, 2 ഹോർമോൺസ് റിലീസ് ചെയ്യാന്നുള്ള. ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിസം, അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അങ്ങനത്തെ, പിന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ എനർജി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിനൊക്കെ ഒരുപാട് റോളാണ് ഈ തൈറോയിഡ് ഈ ഹോർമോൺസിനുള്ളത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് ഇത് റിലീസ് ചെയ്യും, രക്തം വഴി ഇത് ഈ ടാർഗറ്റ് ഓർഗനിൽ എത്തുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇതിൻ്റെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഈ പ്രോസസ്സിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇനഫ് ഹോർമോൺ ഇല്ല, അപ്പോൾ ഇത് ടാർഗറ്റ് ഓർഗനിൽ എത്തുന്നില്ല, അപ്പോൾ അതൊരു ഹൈപ്പോതൈറോയിഡിസത്തിൽ പിക്ചറിൽ കാണിക്കും. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള വെച്ചാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും T3 T4 നോർമലാണ്, TSH നോർമലാണ്, അപ്പം പറയാം കുഴപ്പമൊന്നുമില്ല, പക്ഷെ സിംറ്റം കാണിക്കുന്നുണ്ട്. അപ്പം എന്താണ് സിംറ്റംസ്? ഓക്കെ, ഒരാൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു കാരണമില്ല. ചില ആൾക്കാരല്ലേ ഭക്ഷണം കഴിക്കുന്ന പോലും ഇല്ല, കാറ്റടിച്ചാലും ഞാൻ വെയിറ്റ് ചെയ്യും അല്ലേ, കുറെ കാറ്റഗറി അങ്ങനെ. അപ്പം വെയിറ്റ് ഗെയിൻ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ മുടി കൊഴിയുക, അത് മാത്രമല്ല മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ബ്രിട്ടിലാവുന്നത്, അപ്പോൾ കോഴ്സ് ഹെയർ, അതാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് തണുപ്പ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു AC മുറിയിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു കിടുകിട അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും. പിന്നെ നാലാമത്തെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കാം. പിന്നെ അഞ്ചാമത്തെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ പല ആൾക്കാർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ടാകാം, പക്ഷെ ഇതൊരു തൈറോയിഡ് ആയിട്ട് ചിലപ്പം റിലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല.